പാപങ്ങളൊക്കെ ജീവിതത്തിൽ അത് കഴിഞ്ഞു പോയില്ലേ, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന ചിന്താഗതി ഉണ്ടാകരുത്. ജീവിതത്തിന്റെ ഗതകാല പാപങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു പേടിയായി തന്നെ നിലനിൽക്കണം. അതെപ്പോഴും നമ്മുടെ ദുആകളിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും എന്ന് പറയാൻ എന്താ കാരണം? അള്ളാന്റെ റസൂല് പാപം ചെയ്യൂല, നമ്മളെ പോലെയല്ല, പ്രത്യേക പ്രൊട്ടക്ഷൻ ഉള്ളവരാണ് പ്രവാചകന്മാർ. അതിനാണ് നമ്മളെ അറബിയിൽ പറയുന്ന പ്രയോഗമാണവർ മഅസൂമുകളാണ്. പാപ സുരക്ഷിതത്വം അള്ളാഹുവിനാൽ പ്രത്യേകം നൽകപ്പെടുന്നവരാണ് പ്രവാചകന്മാർ. എന്നിട്ട് ആ പ്രവാചകന്മാർ പോലും, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ദിനേന ഒരു റിപ്പോർട്ട് അനുസരിച്ച് 70 തവണ, മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് 100 തവണ അള്ളാഹുവിനോട് എന്ത് ചെയ്യാറുണ്ട്? ഇസ്തിഗ്ഫാർ തേടാറുണ്ട്. റബ്ബേ പുറത്തു തരണേ, റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ, റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ വരുന്ന വിവിധങ്ങളായ ഇസ്തിഗ്ഫാറിന്റെ പദങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൂറുകണക്കിന് തവണ പറയാറുണ്ട് എന്നാണ്. ഒരു സദസ്സിൽ നിന്ന് ഇരുന്ന് എഴുന്നേൽക്കുമ്പോഴേക്ക് തന്നെയും പല കാരണങ്ങളാൽ അള്ളാഹുവിന്റെ റസൂൽ ഇത് പറയുന്നത് ഞങ്ങൾ എണ്ണി എടുത്തിട്ടുണ്ട് പലപ്പോഴും സ്വഹാബത്ത് പറയുന്നുണ്ട്. ആരാര് ചെയ്യുന്നത് നോക്കണം? മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സാധാരണക്കാരായ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഗതകാല പാപങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകാനേ പാടില്ല. എന്നാൽ അതൊന്നും ഇനി എന്നോട് പൊറുക്കൂല എന്നുള്ള നിരാശ ഉണ്ടാവാനും പാടില്ല. അല്ലാഹു തആലയുടെ ഓഫറാണ്. എന്ത് തന്നെ തെറ്റുകൾ ജീവിതത്തിൽ വന്നു പോയവരുണ്ടെങ്കിലും, വിശുദ്ധ ഖുർആനിലെ ആ ആയത്തിനെ പറ്റി സഹാബത്ത് പറയുന്നത് അർജ ആയത്തിൻ ഫീ കിതാബില്ലാന്നാണ്. അള്ളാന്റെ കിതാബിലെ ഏറ്റവും ആശ്വാസം നൽകുന്ന, പ്രതീക്ഷക്ക് വക നൽകുന്ന ഒരു ആയത്ത് എന്നാണ് അതിന് പേരിട്ടത്. ഏതായത്ത്? സൂറത്തു സുമറിലെ ആയത്ത്. ഏതാണ് ആയത്ത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നബിയേ പറയൂ, എൻ്റെ അടിമകളോട് പറയൂ. എങ്ങനെയുള്ള അടിമകൾ? അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വദേഹങ്ങളോട് കണക്കല്ലാത്ത തെറ്റുകൾ ചെയ്ത എൻ്റെ അടിമകളോട് പറയൂ. എന്ത്? അവരോടൊന്നും ഞാൻ പൊറുക്കൂലെന്നാ? കണക്കല്ലാത്ത പാപം ചെയ്ത എൻ്റെ അടിമകളോട് പറയൂ എന്ത്? ഞാൻ പൊറുക്കൂലെന്നോ? അല്ല. എന്താ പറയേണ്ടത്? ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന്. ഇവിടെ ലഅല്ലക്കും തുർഹമൂൻ എന്ന് പറയില്ലേ? അള്ളാഹിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്? നിരാശരാകരുത്. നിങ്ങൾ ആശ മുറിഞ്ഞു പോകരുത്. ഞാൻ ഇങ്ങനെയൊക്കെ കടുത്ത പാപം ചെയ്തൊരു പാപിയല്ലേ, ഇനി എന്നോടൊക്കെ അള്ളാഹ് പൊറുക്കോ? അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, തീർച്ചയായും അള്ളാഹു സർവ്വ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായും അവൻ എല്ലാം പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണ്. അതിനെന്താ നിങ്ങൾ വേണ്ടത്? അനീബു ഇലാ റബ്ബിക്കും, നിങ്ങളുടെ യജമാനനായ റബ്ബിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുകയും. തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യുന്നവൻ എത്ര കടുത്ത തെമ്മാടിയായിരുന്നുവെങ്കിലും ഇനി മടങ്ങാൻ തയ്യാറുണ്ടോ? റബ്ബ് പ്രതീക്ഷയുടെ വാക്കുകളെ നൽകി.